എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 3 എന്ന് ആരംഭിക്കണം. ഈ 3-ാമത്തെ അധ്യായത്തിലാണല്ലോ ശ്രീകൃഷ്ണ ഭഗവാന്റെ ദിവ്യ അവതാരം. ചിങ്ങമാസത്തില് അഷ്ടമിയും രോഹിണിയും ചേർന്ന ദിവസം സന്ധ്യ കഴിഞ്ഞ് രാത്രി ആരംഭിക്കണം. കാലം സകല ഗുണ സമ്പൂർണമായി ദിക്കുകളെല്ലാം പ്രകാശിച്ചു. ദിഗ്ദേവതമാര് സന്തോഷം കൊണ്ട് പുഞ്ചിരി തൂകുകയാണോ എന്ന് തോന്നും. ആകാശത്തിലെ നക്ഷത്രങ്ങൾ തെളിഞ്ഞു. ഭൂമിയിലെ എല്ലാ ദിക്കിലും മംഗളങ്ങൾ മാത്രം. വൃക്ഷങ്ങള് ഫലസമ്പൂർണമായി, വള്ളികളില് തളിരുകളൊക്കെ ഇങ്ങനെ നിറയുക, ചെടികളില് പൂക്കുലകൾ ഇങ്ങനെ വികസിച്ചു നിൽക്കുന്നു. തണുത്ത കാറ്റ് സുഗന്ധത്തെ വഹിച്ചുകൊണ്ട് മന്ദം മന്ദം അങ്ങനെ വീശാൻ തുടങ്ങി. അഗ്നി ശാന്തമായിട്ട് ജ്വലിക്കണം. സജ്ജനങ്ങളുടെ മനസ്സ് ഏറ്റവും സന്തോഷം. ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാര സമയത്ത് ഇങ്ങനെയുള്ള അത്ഭുതങ്ങളൊക്കെയാണ് കാണുന്നത്. ദേവന്മാരും മഹർഷിമാരും പുഷ്പവൃഷ്ടി ചെയ്യണു. കിന്നരന്മാരും ഗന്ധർവന്മാരും പാടി, വിദ്യാധിരികളും അപ്സരസുകളും നർത്തനം ചെയ്യണു. ഇങ്ങനെയുള്ള അത്ഭുതങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് രാത്രി സമയത്ത് ഭഗവാൻ ദേവകീ ദേവിയിൽ നിന്നും ആവിർഭവിച്ചു. അത്ഭുത ബാലകനായിട്ട് ശോഭിക്കുന്ന ഭഗവാന്റെ ദിവ്യരൂപത്തെ വസുദേവരിങ്ങനെ കൺകുളിർക്കെ നോക്കി കണ്ടത് ഇങ്ങനെയാണ് പറയുന്നു. രത്നങ്ങളാൽ മിന്നിത്തിളങ്ങുന്ന കിരീടം, പഞ്ചമിചന്ദ്രനെ പോലെ ശോഭിക്കുന്ന ഭഗവാന്റെ ആ നെറ്റിയിലെ അളകങ്ങളുടെ ഭംഗിയും ഗോപിക്കുറിയും, ചലിച്ചുകൊണ്ടിരിക്കുന്ന ചില്ലീലതകള്, താമരയിതള് പോലെ ദയാർദ്രങ്ങളായ നയനങ്ങള്, ശംഖചക്ര ഗദാപത്മങ്ങൾ ധരിച്ച 4 തൃക്കൈകള്, കൗസ്തുഭരത്നം ശോഭിക്കുന്ന കണ്ഠപ്രദേശം, ശ്രീവത്സം ധരിച്ച തിരുമാർവിടം, പാദം വരെ താണുകിടക്കുന്ന വനമാല, തങ്കക്കസവോടുകൂടിയ പീതാംബരപ്പെട്ട്, പൊഞ്ചിലമ്പണിഞ്ഞ തൃപ്പാദങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള അത്ഭുത ബാലനെ ദേവകി വസുദേവന്മാര് കണ്ടിങ്ങനെ ആനന്ദിക്കുകയാണ്. അത്ഭുതമായിട്ട് അവര് നോക്കി നിൽക്കുക. അവരിങ്ങനെ സ്തുതിക്കണു. എല്ലാ ദിക്കിലും എല്ലാ സമയം വ്യാപിച്ചിരിക്കുന്ന പരമപുരുഷനാണ് ഭഗവാനെ. അവിടുന്ന് തന്നെ ബ്രഹ്മാണ്ടങ്ങളെ സൃഷ്ടിച്ച് എള്ളിലെ എണ്ണ പോലെ എല്ലാറ്റിലും വ്യാപിച്ചിരിക്കുന്നു. ഖണ്ഡ സച്ചിദാനന്ദ സ്വരൂപിയായ അവിടുന്ന് ലോകരക്ഷയ്ക്കായിട്ട് അടിയന്റെ പുത്രനായിട്ട് അവതരിച്ചിരിക്കുകയാണ്. ഈ ദിവ്യരൂപം കംസൻ തുടങ്ങിയ ദുഷ്ടന്മാർക്ക് കാണിച്ചു കൊടുക്കരുതേ ഭഗവാനെ. അവിടുത്തെ ജ്യേഷ്ഠന്മാരായ 6 പുത്രന്മാരെ നശിപ്പിച്ച ആ കംസനിൽ നിന്നുള്ള ഭയം ഞങ്ങൾക്ക് കളഞ്ഞു തരണേ. ഇങ്ങനെ ദേവകീ വസുദേവന്മാരെ സ്തുതിച്ചു. അത് കേട്ടിട്ട് ഭഗവാൻ മന്ദഹാസമതു തൂക്കിക്കൊണ്ട് അരുളി ചെയ്യുകയാണ്. പൂർവജന്മത്തില് കൃഷ്ണി സുതപസ് എന്ന ദമ്പതികളായിരുന്നു നിങ്ങൾ. ബ്രഹ്മാവിന്റെ ഉപദേശപ്രകാരം നിങ്ങള് 12,000 സംവത്സരം സന്താനം ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്നെ സേവിച്ചു. തപസ്സുകൊണ്ട് സന്തുഷ്ടനായ ഞാൻ ഈ രൂപത്തില് നിങ്ങൾക്ക് ദർശനം തന്ന് വരം ചോദിച്ചുകൊള്ളാൻ ആവശ്യപ്പെട്ടു. അപ്പോ നിങ്ങൾ പറഞ്ഞത് എന്താ? അവിടുത്തെ പോലെ ഒരു പുത്രനുണ്ട് ഉണ്ടാവണമെന്ന് 3 പ്രാവശ്യം ആവശ്യപ്പെട്ടു. ആ ജന്മത്തില് വൃഷ്ണിഗർഭൻ എന്ന പേരിൽ ഞാൻ നിങ്ങൾക്ക് പുത്രനായിട്ട് ജനിച്ചു. പിന്നീട് നിങ്ങൾ അതിഥി കശ്യപന്മാരായപ്പോ വാമനമൂർത്തിയായിട്ടും ഇപ്പോൾ ഇതാ ഈ രൂപത്തിലും നിങ്ങളുടെ പുത്രന്മാരായിട്ട് ജനിച്ചു. പൂർവ്വജന്മസ്മരണയ്ക്കായിട്ട് ഞാൻ ഇത്രയും പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്നെ പുത്രരൂപത്തിലോ ഈശ്വര രൂപത്തിലോ കണ്ടോളൂ. ഈ ജന്മത്തോടു കൂടി നിങ്ങൾക്ക് മോക്ഷം ലഭിക്കുന്നതാണ്. കംസനെ കുറിച്ച് നിങ്ങൾക്ക് ഭയമുണ്ട് എങ്കിൽ എന്നെ അമ്പാടിയില് ആ നന്ദഗോപരുടെ ഭവനത്തില് കൊണ്ടുപോയി കിടത്തിക്കോളും. പകരം യശോദ പ്രസവിച്ച ആ മായാദേവിയെ ഇവിടേക്ക് കൊണ്ടുപോരുകയും ചെയ്തോളൂ. ഇത്രയും പറഞ്ഞ് ഭഗവാൻ ആ ദിവ്യരൂപത്തെ അങ്ങോട്ട് മറിച്ച് സാധാരണ ഒരു മനുഷ്യ കുട്ടിയെ പോലെ കൈകാലുകള് ഇളക്കി കളിച്ചുകൊണ്ട് കിടന്നു. ബഭൂവ പ്രാകൃത ശിശു. ദേവകി ദേവി ആ നീല ബാലനെ മടിയിൽ വെച്ച് നിലകൊടുത്ത് പരമാനന്ദത്തെ പ്രാപിച്ച് പിന്നീട് വസുദേവൻ ഭഗവാന്റെ ആജ്ഞപ്രകാരം ആ പുത്രനെ കയ്യിലെടുത്ത് അമ്പാടിയിലേക്ക് പുറപ്പെട്ടു. ഇപ്പോഴാണത് കൈകാലുകളിലുള്ള ചെങ്ങലകളൊക്കെ തനിയെ പൊട്ടി വീണത് അദ്ദേഹം തന്നെ അറിഞ്ഞില്ല. വാതിലുകളൊക്കെ തുറന്നു കിടക്കണു. ആൾക്കാരെല്ലാം അങ്ങനെ നിന്നിട്ട് ഉറങ്ങുക. വസുദേവൻ ഭഗവാനെ വഹിച്ചുകൊണ്ട് പുറത്തിറങ്ങി. ഭഗവാനെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് ജീവിതയാത്ര തുടരുന്നവർക്ക് ബന്ധങ്ങളോ പ്രതിബന്ധങ്ങളോ ഒന്നും ബാധകമല്ല എന്നതാ നമ്മളെ പഠിപ്പിക്കണം അല്ലെ. വസുദേവൻ യാത്ര തുടർന്നു. കുറ്റി ഇരുട്ട്, ശക്തിയായ മഴ ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അനന്തമൂർത്തി ആ പണങ്ങളാൽ കുട പിടിച്ചത് കൊണ്ട് വസുദേവന് അത് ബാധകമായില്ല. വസുദേവര് കാളിന്തി തീരത്തെത്തി. കര കവിഞ്ഞൊഴുകുന്ന നദി സമുദ്രം ശ്രീരാമൻ എന്ന പോലെ വഴി കൊടുത്തു. കാളിന്തി കടന്ന് വസുദേവര് അമ്പാടിയില് നന്ദഭവനത്തിലെത്തി. പ്രസവം കഴിഞ്ഞ യശോദയും ഗോപികമാരും
നന്ദാദി ഗോപന്മാരും ആ യോഗമായയുടെ ശക്തി കൊണ്ട് ഗാഠനിദ്രയിലാണ്. വസുദേവരെ ഭഗവാനെ യശോദയുടെ അടുത്ത് കിടത്തി പകരം ആ യോഗമായാകുന്ന പെൺകുട്ടിയെ കയ്യിലെടുത്ത് ജയിലിൽ പ്രവേശിച്ച് ആ മായാശിശുവിനെ ദേവകീ ദേവിയുടെ കയ്യിൽ കൊടുക്കും. മുമ്പത്തെ പോലെ തന്നെ ആ ഭഗവൻ മായയുടെ ശക്തി കൊണ്ട് ജയിലടഞ്ഞു. മഴ മാറി, പ്രകൃതിയെല്ലാം പണ്ടത്തെ പോലെ ആവുകയും ചെയ്തു. അഥ ശ്രീമദ് ഭാഗവത ദശമസ്കന്ധ തൃതീയോധ്യായ. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗംഗണപതയേ നമഃ. സരസ്വത്യേ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ശുക ഉവാച. അധ സർവഗുണോ വേദ കാല പരമശോഭന യർഹ്യേവാജനജന്മർക്ഷം ശാന്തക്ഷഗ്രഹതാരകം. ശിശുബ്രഹ്മർഷി പറയുന്നു, സർവഗുണങ്ങളും തികഞ്ഞ പരമശോഭനമായ സമയം എപ്പോൾ വന്നുവോ അപ്പോ ഭഗവാൻ ദേവകീ ദേവിയിൽ നിന്ന് അവതരിച്ചു. ഭഗവാൻ അവതരിച്ചത് കൊണ്ടാണ് കാലം ശോഭനായത്. കാലത്തിന്റെയും നേതാവായിരിക്കുന്ന ഭഗവാൻ കാലത്തിന് അധീനനല്ല. രാജാവിന്റെ എഴുന്നള്ളത്ത് സമയത്ത് പ്രജകളെല്ലാം അങ്ങനെ ശാന്ത സ്വഭാവരായിട്ട് ആദരിച്ചു നിൽക്കുന്നത് പോലെ ജഗന്നേന്താവായ ഭഗവാന്റെ അവതാര സമയത്ത് ഗ്രഹ നക്ഷത്രാദികളൊക്കെ അവരവർക്ക് ഉചിതമായ സ്ഥലത്ത് ആ ബലഹേതുവായിട്ട് ഇരിക്കുന്നു. ആ ഇരിക്കുന്ന സ്ഥലത്ത് ഇരുന്നു എന്നർത്ഥം. ഭഗവാന്റെ ആ ജനന സമയത്തിലുള്ള ഗ്രഹസ്ഥിതിയാദികളെ കാണിക്കുന്ന ഒരു ശ്ലോകം ഉണ്ട്. ഉച്ചസ്ഥാ ശശിഭൗമ ചാന്ദ്രശനയോ ലഗ്നം വൃഷോ ലാഭഗോ ജീവ സിംഹതുലാലിഷു ക്രമഗത പൂഷോ ശനോരാഹവ നൈഷീധ സമയോഷ്ടമീ ബുധദിനം ബ്രഹ്മക്ഷമത്രക്ഷണേ ശ്രീകൃഷ്ണാഭിധം അംബുജക്ഷണമധൂ അഭൂതാവി പരം ബ്രഹ്മതത്. ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, ശനി ഈ ഗ്രഹങ്ങള് ഉച്ചത്തിൽ നിൽക്കണു. എടവലഗ്നം 11 വ്യാഴം, ചിങ്ങത്തില് സൂര്യൻ, തുലാത്തില് ശുക്രൻ, വൃശ്ചികത്തില് രാഹു, അർദ്ധരാത്രി സമയം, അഷ്ടമി തിഥി, ബുധനാഴ്ച, രോഹിണി നാള്, ഇങ്ങനെ എല്ലാം യോജിച്ചിരിക്കുന്ന ആ ശുഭസമയത്തില് സാക്ഷാൽ പരബ്രഹ്മസ്വരൂപനായും താമരസദളലോചനായും ഇരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ അവതരിച്ചു. വിശ്വാവസു എന്നുപേരായ വർഷത്തിലെ ശ്രീ നന്ദനന്ദനൻ ജാതനായതിനാൽ വിശ്വത്തിന്, അതായത് ലോകത്തിന് വസു, ഐശ്വര്യം എത്രയും സമൃദ്ധമായിട്ടുണ്ടായെന്നിങ്ങനെ ഓരോ ഗ്രന്ഥങ്ങളിലും ഭഗവാന്റെ അവതാര കാലവിശേഷങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ദിശപ്രസേ ദുർഗഗനം നിർമ്മലോടുഗണോദയം മഹീമംഗളഭൂയിഷ്ഠ പുരഗ്രാമവ്രജാഗര. ദിക്കുകള് നിർമ്മലങ്ങളായിട്ട് ഭവിച്ചു. അപ്പൊ ദിക്കുകളെ തന്നെ 3ആയിട്ട് വിഭജിക്കാം. മേൽഭാഗം, കീഴ്ഭാഗം, 4 ഭാഗം. അതില് 4 ഭാഗങ്ങളായ കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക് എന്നീ ദിക്കുകളിൽ വിശേഷ വിധിയായ ആ നൈർമല്യം സംഭവിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. മേൽഭാഗമായിട്ടുള്ള ആകാശത്തില് അതിപ്രകാശത്തോടുകൂടിയ നക്ഷത്ര സമൂഹങ്ങൾ ഉദിച്ചു. കീഴ്ഭാഗമായ ഭൂമിയിലുള്ള പട്ടണങ്ങളിലും ഉയർത്തിയ മാളികകളാ നിറയപ്പെട്ട തെരുവുകളുള്ള ദേശങ്ങൾ, ഗ്രാമങ്ങളിലും ഒരു നിലയിലുള്ള ഭവനങ്ങൾ നിറഞ്ഞ സ്ഥലങ്ങളെ, പശുക്കളെയും മറ്റും വളർത്തുന്ന ആ ഗോകുലങ്ങളിലും സ്വർണം, രത്നം മുതലായ കുഴിച്ചെടുക്കുന്ന ഖനികളിലും സന്തോഷഹേതുക്കളായ സുപുത്രജനനം, വിശേഷ രത്നലാഭം മുതലായ മഹോത്സവങ്ങൾ ഉണ്ടായിരുന്നു.
പ്രസന്ന സലില ഹൃദാജലരുഹശ്രിയ ദ്വിജാളികുലസന്നാദസ്തവഗ വനരാജയ. നദികള് വർഷകാലത്തില് കലങ്ങിയിരിക്കല്ലേ പതിവ്, എങ്കിലും ഈ ദിവസം രാത്രി വെള്ളം ഇങ്ങനെ തെളിഞ്ഞിരുന്നു. അഗാധ ജലസ്ഥാനങ്ങളില് താമരപ്പൂക്കൾ വിരിഞ്ഞിട്ടുള്ള ശോഭ കൊണ്ട് മനോഹരങ്ങളായിരിക്കുന്നു. ചെടികളില് വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളുടെ തേനുണ്ടുകൊണ്ട് പറക്കുന്ന പക്ഷികളുടെയും വണ്ടുകളുടെയും മനോഹര ശബ്ദങ്ങള് കാടുകളിൽ ഇങ്ങനെ മുഴങ്ങുന്നു. രാത്രി താമര വിരിയോ, പക്ഷികൾ ശബ്ദിക്കോ, ഇവയെല്ലാം അസംഭവങ്ങളാണ്. പക്ഷെ എന്നാൽ ചരാചരങ്ങളുടെ ഉള്ളിൽ അന്തര്യാമി രൂപേണ വ്യാപിച്ചിരിക്കുന്ന ഭഗവാൻ തന്റെ അവതാര സമയത്ത് ലോകത്തെ അനുഗ്രഹിക്കാൻ ഭാവിച്ച ഈ സമയത്തില് മേൽപ്പറഞ്ഞ വിധമൊക്കെ സംഭവിച്ചു. സമഷ്ടി ചൈതന്യം പ്രസാദിക്കുമ്പോ വ്യഷ്ടി ചൈതന്യ പ്രസാദത്തിന് വേറെ കാരണമൊന്നും വേണ്ട. ഒരു ചരടില് അനേക മണികൾ കോർത്തിട്ടുണ്ടെങ്കിൽ ചരടിന്റെ ഒരറ്റം പിടിച്ചു ഇളക്കിയാൽ മണികളെല്ലാം ഇളകണത് ആശ്ചര്യമില്ലല്ലോ. അചിന്ത്യയായ ഭഗവത് ശക്തി ചരാചരങ്ങളെയൊക്കെ പ്രസാദിപ്പിച്ചു. സർവത്തിലും നിർവിശേഷമായി വ്യാപിച്ചിരിക്കുന്ന സച്ചിദാനന്ദം ഉപാധിക്ക് അധീനമല്ല. അതുകൊണ്ട് സ്വേച്ഛയാ ഉപാധികളില് സ്വയമേവ വിളങ്ങി എന്ന് സാരം. വായുസുഖസ്പർശ പുണ്യഗന്ധവശുചി അഗ്നയശ്ച ദ്വിജാതീനാം തത്ര സമിന്ധത മനാംസ്യാസൻ പ്രസന്നാനി സാധൂനാം അസുരദ്രുഹാം ജായമാനേ ജനേ തസ്മിൻ നേതു ദുന്ദുഭയോ ദിവി. ജന്മാതിരഹിതനായ ഭഗവാൻ അവതരിക്കാൻ ഭാവിക്കുന്ന ഈ അവസരത്തില് അസുരന്മാരായിട്ടുള്ള കംസാദികളുടെ ഉപദ്രവം കൊണ്ട് ക്ലേശിച്ചുകൊണ്ടിരിക്കുന്ന സജ്ജനങ്ങളുടെ മനസ്സുകള് ക്ലേശബാധകളെല്ലാം നശിച്ചതുപോലെ അകാരണമായിട്ട് പ്രസന്നങ്ങളായിട്ട് ഭവിച്ചു. എല്ലാവരും വിഷമിച്ചിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു സന്തോഷം സജ്ജനങ്ങളുടെ മനസ്സിൽ വരികയാണ്. സ്വർഗലോകത്തില് ദുന്ദുഭി മുതലായ വാദ്യങ്ങൾ താനെ തന്നെ അങ്ങോട്ട് ശബ്ദിക്കണം. ഇങ്ങനെ ആ ശുഭലക്ഷണങ്ങളൊക്കെ അങ്ങോട്ട് കാണാണ് ഭഗവാന്റെ അവതാര സമയത്ത്. ഭഗവാന്റെ അവതാര സമയത്ത് മാത്രമാണ് ഇങ്ങനെയൊക്കെയുള്ള അത്ഭുതങ്ങൾ ഉണ്ടായത്. ജന്മാതിരഹിതനായ സർവേശ്വരന്റെ മഹിമ കൊണ്ട് എല്ലാ സംഗതികളും സംഭവിച്ചു. അതിൽ യുക്തിവിരോധമൊന്നും ഇല്ലാന്ന്. അതാണ് ഭഗവാൻ അത്ഭുത ബാലനായിട്ടല്ലേ അവതരിച്ചിരിക്കണത്. ഭഗവാന്റെ ശക്തിവിശേഷം മനുഷ്യബുദ്ധി കൊണ്ട് പറയാൻ കഴിയാത്തത് കൊണ്ട് അസംഭാവ്യങ്ങളാണ് എന്ന് വിചാരിക്കുകയാണ് നമ്മൾ. ഇച്ഛാമാത്രത്താൽ വിചിത്ര ലോക സൃഷ്ടിയാതി ലീലകൾ നടത്തുന്ന മഹാപ്രഭുവിന് സാധിക്കാത്തത് ആയിട്ട് എന്താണുള്ളത്? ജഗു കിന്നര ഗന്ധർവ തുഷ്ടു സിദ്ധചാരണ വിദ്യാധര്യശ്ച നൃതു അപ്സരോ വിസ്സമം മുദ. ആ സമയങ്ങള് എന്താന്ന് അറിഞ്ഞൂടാത്തൊരു സന്തോഷാതിശയം. ഇപ്പൊ ഗന്ധർവന്മാരും കിന്നരന്മാരും ഭഗവാന്റെ ഗുണഗണങ്ങളെ കുറിച്ച് ഇങ്ങനെ കീർത്തനം ചെയ്തു. അവർക്ക് വല്ലാത്തൊരു സന്തോഷം. അവരിങ്ങനെ കീർത്തനം ചെയ്യാൻ തുടങ്ങി. സിദ്ധന്മാരും ചാരണന്മാരും ഭഗവാന്റെ ഭക്തവാത്സല്യാദികളെ കുറിച്ച് സ്തുതിച്ചു. അപ്സര സ്ത്രീകളും വിദ്യാധരികളും ഭഗവത് കഥകൾ പാടി ഇങ്ങനെ നൃത്തം ചെയ്യാം. മുമുചുർമുനയോ ദേവാ സുമനാംസി മുദാന്വിതാ മന്ദം മന്ദം ജലധരാ ജഗർജു അനുസാഗരം. മഹർഷിമാര് സന്തോഷത്തോടുകൂടി ഒന്നിച്ചിങ്ങനെ സംഘം ചേർന്നിരുന്ന് നിർമ്മല മനസ്സുകൊണ്ട് ഭഗവത് ധ്യാനം ചെയ്തു. ദേവന്മാര് ഒരുമിച്ച് ചേർന്ന് പുഷ്പവൃഷ്ടി ചെയ്തു. സമുദ്രം ഗംഭീരമായിട്ട് ഇങ്ങനെ ശബ്ദിച്ചു തുടങ്ങി. ആകാശത്തില് മേഘങ്ങളും മെല്ലെ മെല്ലെ ഗർജിച്ചു. അതായത് ചെറിയ ഇടിമുഴക്കങ്ങൾ ഇങ്ങനെ ആരംഭിച്ചു. നിശീധേ തമ ഉത്ഭൂതേ ജായമാനേ ജനാർദ്ദനേ ദേവക്യാം ദേവരൂപിണ്യാം വിഷ്ണു സർവഗുഹാശയ ആവിരാസ്യഥാ പ്രാച്യാം ദിശി ഇന്ദുരിവ പുഷ്കല സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അന്ധകാരം നിറഞ്ഞിരിക്കുന്ന സമയത്ത് അതിനെല്ലാം അകറ്റുന്ന പൂർണ്ണചന്ദ്രൻ കിഴക്കുദിക്കിൽ ഉദിക്കുന്നത് പോലെ ജനങ്ങളുടെ അവിദ്യാരൂപമായ അന്ധകാരത്തെ തീരെ നശിപ്പിച്ച് ജ്ഞാനപ്രകാശം വ്യാപിപ്പിക്കുന്നവനും സർവപ്രാണികളുടെയും ഹൃദയഗുഹയിൽ അന്തര്യാമി രൂപേണ സ്ഥിതി ചെയ്യുന്നവനുമായ ഭഗവാൻ ശ്രീ മഹാവിഷ്ണു പരിപൂർണ സ്വരൂപത്തോടുകൂടി ആ ദേവകീ ദേവിയില്
അവതരിച്ചു. സർവത്ര വ്യാപിച്ചിരിക്കുന്നതുകൊണ്ടാണല്ലോ വിഷ്ണു എന്ന പേര്. അത്ഭുതം ബാലകം അംബുജേക്ഷണം ചതുർഭുജം ശംഖഗദാരുധായുധം ശ്രീവത്സലക്ഷ്മം ഗളശോഭികൗസ്തുഭം പീതാംബരം സാന്ദ്രപയോദസൗഭഗം മഹാർഹവൈഡൂര്യ കിരീടകുണ്ടലത്തിഷാപരിഷക്തസഹസ്രകുന്തളം ഉദ്ദാമകാഞ്ജംഗദ കങ്കണാദിവിരോചമാനം വസുദേവ ഐക്ഷത. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കരിമൂക്കിൽ വർണ്ണന്റെ തിരുവൂടലെന്നൂടെ അരികിൽ വന്നെപ്പോഴും കാണാകേണം. കാലിൽ ചിലമ്പും കിലുക്കി നടക്കുന്ന ബാലഗോപാലനെ കാണാകേണം. കിങ്ങിണിയും വളമോതിരവും ചാർത്തി ഭംഗിയോടെൻ മുന്നിൽ കാണാകേണം. കീർത്തിയേറിടും ഗുരുവായൂർ വാഴുന്നോരാർത്തിഹരൻ തന്നെ കാണാകേണം. കുഞ്ഞിക്കൈ രണ്ടിലും വെണ്ണ കൊടുത്തമ്മ രഞ്ജിപ്പിക്കുന്നതും കാണാകേണം. കൂത്താടിടും പശുക്കുട്ടികളുമായിട്ടൊത്തു കളിപ്പതും കാണാകേണം. കെട്ടിയിട്ടിടുമൂരലും വലിച്ചങ്ങു മുട്ടുകുത്തുന്നതും കാണാകേണം. കേകികളെപ്പോലെ നൃത്തമാടിടുന്ന കേശവ പൈതലെ കാണാകേണം. കൈകളിൽ ചന്ദ്രനെ മെല്ലെ വരുത്തിയ ലോകൈകനാഥനെ കാണാകേണം. കുഞ്ചിക്കൊണ്ടോരോരോ വാക്കരുൾ ചെയ്യുന്ന ചഞ്ചല നേത്രനെ കാണാകേണം. കോലും കുഴലുമെടുത്തു വനത്തിൽ പോയി കാലിമേക്കുന്നതും കാണാകേണം. കൗതുകമേറുന്നോരുണ്ണി ശ്രീകൃഷ്ണന്റെ ചേതോകരൂപം കാണാകേണം. കംസ സഹോദരി തന്നിൽ പിറന്നോരു വാസുദേവൻ തന്നെ കാണാകേണം. കണ്ണന്റെ ലീലകൾ ഓരോന്നും വെവ്വേറെ എണ്ണി എണ്ണി കണ്ണിൽ കാണാകേണം. കണ്ണന്റെ ലീലകൾ ഓരോന്നും വെവ്വേറെ എണ്ണി എണ്ണി കണ്ണിൽ കാണാകേണം. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.